സ്വന്തം ജീവിതത്തിൽ റിസ്ക് എടുത്തുകൊണ്ട് ഒരമ്മയുടെയും ഒരു കുഞ്ഞിൻ്റെയും അങ്ങനെ 2 ജീവന്റെ റിസ്ക് ആണ് വിനീത ഒരേ സമയത്ത് ഏറ്റെടുത്തത്. ഞാൻ മെഡിക്ലിനിക് സിറ്റി ഹോസ്പിറ്റലിൽ ഇൻറ്റൻസീവ് കെയർ യൂണിറ്റിലാണ് ജോലി ചെയ്യുന്നത്. 15 ഇയേഴ്സായിട്ട് ഇവിടെ ദുബായിലുണ്ട്. ഒരു 6 മാസം മുമ്പ് ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായി എൻ്റെ ലൈഫിൽ. ഡ്യൂട്ടി കഴിഞ്ഞ് ഞാനിങ്ങനെ ഉറങ്ങുമായിരുന്നു. ആ സമയത്ത് ഒന്ന് കിടക്കുമ്പോൾ നമ്മൾ നല്ല ഡീപ്പ് സ്ലീപ്പിലോട്ട് പോകും. എൻ്റെ ദീദീൻ്റെ എക്സ്പെക്റ്റഡ് ഡെലിവറി ഡേറ്റ് ആക്ച്വലി ജൂൺ 5 ആയിരുന്നു ഡോക്ടർ പറഞ്ഞിരുന്നത്. പക്ഷെ നമ്മളാരും പ്രതീക്ഷിക്കാതെ ഏപ്രിൽ ലാസ്റ്റ് വീക്ക് ആകുമ്പോഴാണ് ആസ് യൂഷ്വൽ ആള് ഉറങ്ങി എണീച്ചിന്. പക്ഷെ സഡൻലി ഒരു പെയിന് പോലെ ആള് പറഞ്ഞ് നമ്മൾ അതേ ദിവസമാണ് ആക്ച്വലി ആളെ ഹോസ്പിറ്റലിൽ കാണിക്കാൻ വിചാരിച്ചിട്ടുണ്ടായത്. അപ്പോഴാണ് ആൾ പറയുന്നത് പെയിൻ ഇങ്ങനെ കൂടിക്കൂടി വരുന്നുണ്ട്, നമുക്ക് പെട്ടെന്ന് ഹോസ്പിറ്റലിൽ പോയാലും. അന്നേരം നമ്മളിങ്ങനെ ഹോസ്പിറ്റലിൽ പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രിപ്പറേഷനിൽ തന്നെ സഡൻലി ആൾക്ക് വാട്ടർ ബ്രേക്കായി. പിന്നെ നമുക്ക് മനസ്സിലായ ലൈക്ക് ഇതെന്തായാലും ഡെലിവറിക്കുള്ള പ്രിപ്പറേഷൻ ആണ്. അപ്പോൾ നമ്മൾ ആകെ ഒരു പാനിക്കായി നിൽക്കുന്ന സമയമാണ്. ഫുൾ ഇങ്ങനെ ബ്ലൈൻഡായി ലൈക്ക് എന്താ ചെയ്യണ്ടേ, നമ്മളിപ്പോൾ ഹോസ്പിറ്റലിൽ പോയാൽ എത്തോ, ടാക്സിയിൽ കയറ്റുമോ, അതല്ല നമ്മളെ വീട്ടിലാണെങ്കിൽ ജെൻറ്റ്സ് ആരുമില്ല, ഞങ്ങളെല്ലാവരും ലേഡീസാണ് ഉള്ളത്. അന്നേരം നമ്മൾ ഡോറിൽ ആരോ നന്നായിട്ട് നോക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ മനസ്സിലാലോചിച്ചു ഈ സമയത്ത് ആരാ നോക്ക് ചെയ്യുന്നത്, മീൻസ് ഏർലി മോർണിംഗ് അറൗണ്ട് 8 മണി കഴിഞ്ഞു. അന്നേരം ആരാ ഈ നോക്ക് ചെയ്യുന്നതെന്ന് വിചാരിച്ചു. ഞാൻ ചെന്ന് നോക്കിയപ്പോഴത്തേക്കും അപ്പുറത്തെ ചേച്ചിയാണ്. ഞങ്ങൾക്ക് ഡയറക്റ്റ്ലി എനിക്ക് പരിചയമില്ല, ജസ്റ്റ് കാണുന്നതല്ലാതെ. അപ്പം ഞാൻ ചോദിച്ചു എന്താണെന്ന് ചോദിച്ചു. അപ്പം എനിക്ക് ആ ഉറക്കത്തിൻ്റെ ഒരു എഫക്റ്റും കൂടെ ഉണ്ടായിരുന്നു. അന്നേരം പുള്ളിക്കാരി പറഞ്ഞു ഞങ്ങളെ ഒന്ന് ഹെൽപ്പ് ചെയ്യാമോ. ഞാൻ ആ സൗണ്ട് മാത്രമേ എൻ്റെ ചെവി കേൾക്കുന്നുള്ളൂ. ഞാൻ പരിസരമൊന്നും എനിക്ക് കാണുന്നില്ലായിരുന്നു. അമ്മാതിരി ഉറക്കത്തിൻ്റെ എഫക്റ്റ് ആയിരുന്നു. അപ്പം തന്നെ അതേ ഇട്ട ഉടുപ്പോട് അങ്ങനെ ചാടി വന്നു വീട്ടിലോട്ട്. അന്നേരം നമ്മൾ വീടിൻ്റെ കൊറിഡോറിൽ നിൽക്കുവാണ്. അപ്പോൾ സിസ്റ്റർ പറഞ്ഞു എനിവേ ബേബി ഔട്ട് ആവുന്നുണ്ട്, നമ്മൾ ഇവിടെ നിന്ന് കാര്യമില്ല, ബ്ലീഡിങ്ങും സ്റ്റാർട്ടായിട്ടുണ്ട്, അകത്തോട്ട് പോയിട്ട് ഒരു ബെഡ് അതായത് ഹാളിൽ ഇട്ട് വെക്കാൻ. എല്ലാവരും കരയുമോ, എനിക്ക് തോന്നുന്നു ഞാൻ ഒഴിച്ച് ബാക്കി എല്ലാവരും അവിടെ കരയുമോ. എനിക്ക് എന്നെ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ലായിരുന്നു. പക്ഷെ ആ കുഞ്ഞിൻ്റെയും ആ ഉമ്മയുടെയും കരച്ചിലും കണ്ടു നിൽക്കുന്നതിനപ്പുറമായിരുന്നു. പക്ഷെ ഞങ്ങൾക്ക് ആർക്കും അപ്പോൾ എന്താ സംസാരിക്കേണ്ടത്, എന്ത് റിയാക്ട് ചെയ്യണം, ആരെ വിളിക്കണോ ഒന്നും അറിയുന്നില്ല. ഞങ്ങളുടെ വീട്ടിൽ നടക്കുന്ന അപ്പോഴത്തെ ആ എല്ലാ സീനും വിനീത സിസ്റ്റർ തന്നെയാണ് ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. ഈവൻ ആംബുലൻസിൻ്റെ അവരോട് കോർഡിനേറ്റ് ചെയ്യുന്നതും ഇവിടെ ബേബീനെ എടുത്തതും എല്ലാം സിസ്റ്റർ തന്നെയാണ്. അങ്ങനെ കുട്ടി ഡെലിവേർഡ് ആയി കഴിഞ്ഞപ്പോഴത്തേക്കും കുട്ടി കരയുന്നില്ലായിരുന്നു. കുട്ടിയുടെ ഫിംഗേഴ്സ്, ലിംസ്, ഹാൻഡ്സ് ഒക്കെ ബ്ലൂഷ് ആയിട്ടുണ്ടായിരുന്നു. അന്നേരം പിന്നെ ഞാൻ നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്തു. അപ്പോൾ ഉമ്മ കുറച്ച് തുണികൾ കൊണ്ട് തന്നു. ആ തുണിയിൽ നിന്ന് കുറച്ച് കട്ടിയില്ലാത്തൊരു തുണി എടുത്ത് വെച്ച് മാക്സിമം വായിൽ നിന്നും മൂക്കിൽ നിന്നൊക്കെ സക്ഷൻ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഞാനിങ്ങനെ ഡ്രൈ എടുത്ത് നന്നായിട്ട് ടാപ്പ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും കുഞ്ഞൊന്ന് ക്രൈ ചെയ്തു. ഫസ്റ്റ് ക്രൈ ചെയ്തപ്പോഴത്തേക്കും എൻ്റെ കുഞ്ഞ് ജനിച്ചതിനെക്കാട്ടി ഒരു മനസ്സിനകത്തൊരു സന്തോഷം എനിക്ക് അന്നേരം ഉണ്ടായത്. അന്നേരം ഉമ്മ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞിട്ട് ഉമ്മ ഒറ്റ കരച്ചിലായിരുന്നു. അതൊന്നും മറക്കാൻ പറ്റാത്തൊരു ഇൻസിഡൻ്റ് ആയിട്ടൊന്നും നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. പിന്നീടാണ് നമ്മൾ ഹോസ്പിറ്റലിലോട്ട് ഷിഫ്റ്റ് ചെയ്യുന്നത്. ആ സമയത്തും വിനീത സിസ്റ്റർ തന്നെ ആംബുലൻസിൽ എൻ്റെ ദീദിൻ്റെ ഒന്നിച്ച് പോയി ഹോസ്പിറ്റലിൽ. എന്നിട്ട് അവിടെ എമർജൻസി റൂമിൽ നിന്ന് നോർമൽ റൂമിലോട്ട് മാറ്റുന്നത് വരെ സിസ്റ്റർ ഞങ്ങളെ കൂടെ തന്നെ നിന്നു. ബിക്കോസ് ഞങ്ങൾ അത്രയും പേടിച്ചിങ്ങനെ പാനിക്കായി എന്താ ചെയ്യണ്ടേ, ആരോടാ പറയണ്ടേ, ആരെ വിളിക്കണം ഒന്നും ഞങ്ങൾക്ക് അറിയുന്നില്ല. അതുകൊണ്ട് ഞങ്ങളെ കാം ചെയ്യാൻ വേണ്ടി സിസ്റ്റർ ഉറക്കം ഇല്ലാണ്ടാണ് ഈ നിൽക്കുന്നത്. എന്നാലും ഞങ്ങൾ പറഞ്ഞു പോയിക്കോളൂന്ന്. പക്ഷെ സിസ്റ്റർ അത് കേട്ടില്ല, കുഴപ്പമില്ല ഞാൻ നിന്നോളാന്ന് പറഞ്ഞിട്ട് അങ്ങനെ വന്നു. ഫോണും എടുത്തിട്ടില്ല, ചെരുപ്പ് പോലും ഇട്ടിട്ടില്ല, അതേമാതിരിയാണ് ഞങ്ങൾ കൂടെ നിൽക്കുന്നത്. ഒരു വീട്ടിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരു ഡെലിവറി സംഭവിക്കുമ്പോൾ സത്യത്തിൽ ഞങ്ങൾ ICU നഴ്സസ് ആണ്. ഇപ്പോൾ ഡെലിവറി ഒന്നും ഞങ്ങൾ നോർമലി അറ്റൻഡ് ചെയ്യുന്നില്ല. പക്ഷേ ഈവൻ ദോ ഞങ്ങൾ പഠിച്ച ഒരു എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ഞങ്ങൾ കണ്ടുപോകുന്ന ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് ഒരു എക്യുപ്മെന്റിന്റെ പോലും സഹായം ഇല്ലാണ്ടാണ് ഒരു കുഞ്ഞിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് അവൾ അത്ര ആത്മാർത്ഥതയോടെ ഓടിച്ചത്. അതിന്റെ പിന്നിലുണ്ടാകുന്ന പ്രോബ്ലങ്ങളെ കുറിച്ചോ അല്ലെങ്കിൽ അതിന് ഇനി വന്നുകൂടായില്ലാത്ത പ്രോബ്ലങ്ങളെ കുറിച്ചോ അങ്ങനെയൊന്നും അവൾ ചിന്തിച്ചില്ല. പക്ഷെ ശരിക്കും ഞങ്ങളെ വീട്ടിൽ 2 ലൈഫ് സേവ് ചെയ്ത ശരിക്കുള്ള ഏഞ്ചൽ വിനീത സിസ്റ്ററാണ്. അതുകൊണ്ട് തന്നെ ആകാം പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാഞ്ഞിട്ട് പോലും അവർ വിനീത സിസ്റ്ററെ തന്നെ ഇതിനു വേണ്ടി നോമിനേറ്റ് ചെയ്തത്. അമ്മയും കുഞ്ഞും ഇന്ന് സന്തോഷമായിട്ടിരിക്കുന്നു. ഇതിൽ കൂടുതലൊരു അവാർഡോ ഇതിൽ കൂടുതലൊരു ആദരവോ ഇതിൽ കൂടുതലൊന്നും എൻ്റെ ലൈഫിൽ എനിക്കില്ല. Some angels save lives. Some bring new life. Vinita did both. That's why we call Vinita a true angel.